ഇറാനിൽ ഇപ്പോൾ ആകാശത്തിന് കറുപ്പ് നിറമാണ്. അവിടെ പെയ്യുന്നത് നമ്മൾ കാണുന്ന സാധാരണ മഴയല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയ തരം യുദ്ധത്തിന്റെ ഭീകരമായ മുഖമാണ്. നമ്മൾ കരുതുന്ന പോലെ വെറുമൊരു മലിനീകരണത്തിനപ്പുറം ആധുനിക കാലത്തെ സംഘർഷങ്ങളുടെ ഞെട്ടിക്കുന്ന ഒരു പുതിയ അധ്യായമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മളെ നനയ്ക്കുന്ന മഴയും ആ ആകാശം തന്നെ നമുക്ക് നേരെ വിഷം തുപ്പിയാൽ നമ്മൾ എവിടെ പോയി ഒളിക്കും? ഈ ഒരു ചോദ്യം മാത്രം മതി ഈ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. ഇത് ശരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പ്രതിസന്ധിയുടെ വൈകാരികമായൊരു തലത്തിലേക്കാണ്. അപ്പോ എന്താണ് ഈ കറുത്ത മഴ? നമുക്കിതിനെ ആദ്യം ഒരു കടങ്കഥ പോലെ കണ്ടു നോക്കാം. കാരണം ഇതിന് ശരിക്കും ഒരു വിശദമായ അന്വേഷണം തന്നെ ആവശ്യമുണ്ട്. ഇറാനിലെ തെരുവുകളിലും പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുടെ മുകളിലുമൊക്കെ കറുത്ത എണ്ണ പോലൊരു ദ്രാവകം വീഴുന്നതിനെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇത് വെറും വെള്ളമല്ല, വിഷം നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ എന്താണിത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു പ്രകൃതി ദുരന്തമൊന്നുമല്ല. നമ്മൾ പതിയെ ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ഈ കറുത്ത മഴയുടെ ഉറവിടം എവിടെയാണെന്നല്ലേ? അതിന് നമ്മൾ ഒരുപാട് ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. സംഗതി വളരെ ലളിതമാണ്. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും സംഭരണികൾക്കും നേരെ കുറെ മിസൈൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. അപ്പോ എന്തുണ്ടായി? ഭീമാകാരമായ കറുത്ത പുകയും എണ്ണയുടെ അംശങ്ങളും ആകാശത്തേക്ക് ഉയർന്നു. ഈ വിഷവസ്തുക്കൾ നേരെ മഴമേഘങ്ങളുമായിട്ട് കലർന്നു. അതിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന വിഷമയമായ കറുത്ത മഴ. ഇവിടെയാണ് നമ്മൾ പരിസ്ഥിതി യുദ്ധം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ വാർഫെയർ എന്നൊരു പുതിയ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, സാധാരണ യുദ്ധമെന്ന് പറഞ്ഞാൽ ബോംബും മിസൈലും ഒക്കെ ഉപയോഗിച്ച് സൈനിക കേന്ദ്രങ്ങളെയോ മറ്റ് കെട്ടിടങ്ങളെയോ ലക്ഷ്യം വെക്കുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആയുധമാക്കുന്നത് വായു, വെള്ളം, മഴ, അങ്ങനെ പ്രകൃതിയെ തന്നെയാണ്. ലക്ഷ്യം വെക്കുന്നതോ ഒരു ജനതയെ മുഴുവനായും അവരുടെ ഭാവിയെയുമാണ്. ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇറാനിൽ മാത്രം ഇത്ര രൂക്ഷമായി കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണിത് ഇത്രയധികം കാലം നീണ്ടു നിൽക്കുന്നത്? ശരി, അതിന് ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ പ്രതിഭാസമാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. പേരുകേട്ട് പേടിക്കേണ്ട, സംഗതി സിമ്പിളാണ്. സാധാരണഗതിയിൽ മുകളിലേക്ക് പോകുന്തോറും വായു തണുക്കുകയാണ് ചെയ്യുക. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഭൂമിയോട് ചേർന്നുള്ള തണുത്ത വായുവിന് മുകളിൽ ഒരു പാളി ചൂടുള്ള വായു വന്നു നിൽക്കും, ഒരു അടപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലെ. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇൻവേർഷനും ഇറാന്റെ ഭൂപ്രകൃതിയും തമ്മിൽ എന്താണ് ബന്ധം? അതാണ് അടുത്ത പോയിന്റ്. എണ്ണപ്പാടങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക മുകളിലേക്ക് ഉയരും. പക്ഷേ ആൽബോഴ്സ് എന്നൊരു വലിയ പർവ്വതനിര അവിടെയുണ്ട്. ഈ പർവ്വതനിര ഒരു മതിലുപോലെ പ്രവർത്തിച്ച് ആ പുകയെ അവിടെ തന്നെ തടഞ്ഞു നിർത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ ഇൻവേർഷൻ കാരണം മുകളിലുള്ള ചൂടുവായു ഇതിനെ ഒരു അടപ്പ് പോലെ മൂടും. അങ്ങനെ പുക നിറഞ്ഞ തണുത്ത വായു താഴെ കുടുങ്ങിപ്പോകും. ഫലത്തിൽ ആ പ്രദേശം മുഴുവനും ഒരു വലിയ വിഷക്കെണിയായി മാറും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഏറ്റവും ഭീകരമായ വശത്തേക്കാണ്. മനുഷ്യരുടെ ആരോഗ്യത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര കാലം നീണ്ടു നിൽക്കും എന്നൊക്കെ. ഈ പെയ്യുന്ന ഓരോ തുള്ളി മഴയിലും എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നറിയാമോ? ബെൻസീൻ, ടൊലുവിൻ, അസറ്റോൺ, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. വെറും പേരുകളല്ല, ഇവയെല്ലാം മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള മാരകമായ രാസവസ്തുക്കളാണ്. അതായത് ഓരോ മഴത്തുള്ളിയും ഒരു നിശബ്ദ കൊലയാളിയാണ്. ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ലോകാരോഗ്യ സംഘടനയുടെയും UN-ന്റെയും ഒക്കെ മുന്നറിയിപ്പുകൾ നോക്കിയാൽ മതി. അവർ പറയുന്നത് ഇത് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിയേക്കാമെന്നാണ്. അത്രയ്ക്ക് ഭീകരമായ ഒരു ആരോഗ്യ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണെന്നറിയണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് നോക്കണം. ജപ്പാനിൽ അണുബോംബ് വീണതിന് ശേഷം രക്ഷപ്പെട്ട ഹിബാകുഷകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അവരനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹികമായ ഒറ്റപ്പെടലും തലമുറകളോളം നീണ്ടുനിന്ന ആ ദുരിതത്തിന് സമാനമായ ഒന്നാണ് ഇപ്പോൾ ഇറാനെ കാത്തിരിക്കുന്നത്. ശരി, ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വശത്ത്. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ചിത്രത്തിലേക്ക് നോക്കാം. അതായത് ഇറാന്റെ പരിസ്ഥിതിക്കും
ആ രാജ്യത്തിന്റെ ഭാവിക്കും ഇതെങ്ങനെയുള്ള ഒരിക്കലും മായ്ക്കാനാവാത്ത മുറിവുകളാണ് നൽകുന്നത് എന്ന്? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒന്നല്ല. ഇന്ന് നമ്മൾ കാണുന്നത് വിഷമഴയാണെങ്കിൽ നാളെ അത് മാരകമായ രോഗങ്ങളായി മാറും. ഭാവിയിലോ ആ നാട് തന്നെ വിഷമയമായ ഒരു ഭൂമിയായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല. അപ്പോൾ ഭൂമി വിഷമയമായാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും കൃഷിയെ അത് ബാധിക്കും. മണ്ണിൽ ഈ രാസവസ്തുക്കൾ കലരും. അതോടെ ഭാവിയിൽ അവിടെയുണ്ടാക്കുന്ന വിളകൾ പോലും കഴിക്കാൻ കൊള്ളാത്തതായി മാറും. ഇത് ഇറാന്റെ ഭക്ഷ്യസുരക്ഷയെ തന്നെ അപകടത്തിലാക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, യുദ്ധം നാളെ തീർന്നാലും ഈ വിഷം ആ മണ്ണിൽ നിന്നു പോവാൻ ഒരുപാട് തലമുറകൾ എടുത്തേക്കാം. ഇനി ഇത് ഇറാനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമാണെന്ന് കരുതരുത്. ഈ സംഘർഷം ബഹ്റൈൻ, UAE പോലുള്ള മറ്റ് എണ്ണസമ്പന്ന രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ എന്ത് സംഭവിക്കും? അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ ഇതിന്റെ അടുത്ത ഇരയാകുമോ? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. അവസാനമായി ഒന്നേ പറയാനുള്ളൂ, അവിടെ പെയ്യുന്നത് വെറും മഴയല്ല, അത് ആ നാട്ടിലെ ഒരു തലമുറയുടെ മുഴുവൻ കണ്ണീരാണ്. ഒരു പാരിസ്ഥിതിക ദുരന്തത്തിനപ്പുറം വലിയൊരു മനുഷ്യദുരന്തം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്.